ഗണപതി ഭഗവാനെ മിത്താക്കിയപ്പോഴും സ്വർണം ചെമ്പാക്കിയപ്പോഴും ഹൈന്ദവ ദൈവങ്ങളെ മോശമായി ചിത്രീകരിച്ചപ്പോഴും വിശ്വാസം വ്രണപ്പെട്ടില്ല. അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിന് മേൽ ആർത്തവ രക്തം ഇറ്റു വീഴുന്ന ചിത്രം ഒരു പ്രമുഖ കോളേജിൽ ചില കൂതറകൾ വരച്ചപ്പോൾ എന്തുകൊണ്ടാരും കേസിന് പോകാതിരുന്നത്? ഇടത് സർക്കാരിനെ ചോദ്യശരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ച് സന്തോഷ് പണ്ഡിറ്റ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അടപടലം ഇടത് സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഈയൊരു വിഷയത്തിൽ വെള്ളപോശാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സ്വർണം കൊള്ളയടിക്കാൻ മുൻപന്തിയിൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ ഇടത് സർക്കാർ കാണിക്കുന്ന വ്യഗ്രതയാണിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യശരങ്ങളാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചതിലൂടെ ചോദിക്കുന്നത്. പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ടിനെതിരെ കേസെടുത്ത നീക്കത്തെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഇതിലും വലിയ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും കേസെടുക്കാമെന്ന് തോന്നിയിട്ടില്ലേ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പേരിൽ ഒരു പാരഡി പാട്ട് പ്രതിപക്ഷം ഉണ്ടാക്കിയല്ലോ. എന്നാൽ ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ ദൈവങ്ങളെയും വളരെ ബഹുമാനിക്കുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ ചില നേതാക്കൾ പാട്ടിനെതിരെ കേസ് കൊടുത്തല്ലോ. ഈ പാട്ട് 1983 നിർമ്മിച്ചവർ അവരുടെ റൈറ്റുള്ള പാട്ട് പാരഡിയാക്കി. മ്യൂസിക് കണ്ടുവെന്നും പറഞ്ഞ് കേസ് കൊടുക്കാനായിരുന്നുവെങ്കിൽ അത് ഓക്കെ ആയേനെ. എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ പാരഡി പാട്ടിൽ മതസ്പർദ്ധയുള്ളതായി തോന്നുന്നില്ല, ഏതെങ്കിലും ദൈവങ്ങളെ നിന്ദിച്ചതായി തോന്നുന്നില്ല. അതിനാൽ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമെന്ന് കരുതുന്നില്ല. ഇതിലും വലിയ മതനിന്ദ, വിശ്വാസികളെ വ്രണപ്പെടുത്തൽ ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള ചില സംഭവങ്ങൾ പറയാം. അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിന് മേൽ ആർത്തവ രക്തം ഇറ്റുവീഴുന്ന ചിത്രം ഒരു പ്രമുഖ കോളേജിൽ ചില കൂതറകൾ വരച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആരും കേസിന് പോകാതിരുന്നത്? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ മാളികപ്പുറത്തമ്മ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് പ്രമുഖ നേതാവ് അയ്യപ്പസ്വാമിയെ അപമാനിച്ചപ്പോൾ ആരുടെയും വികാരം വ്രണപ്പെട്ടില്ലേ? ഗണപതി ഭഗവാൻ മിത്താണ് എന്ന് ഷംസീർ പറഞ്ഞു. എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളും മിത്താണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്നാൽ ഹൈന്ദവ ദൈവത്തെ മാത്രം മിത്താക്കി. ഇപ്പോൾ കേസിന് പോയവർക്ക് അതൊരു പ്രശ്നമായി തോന്നുന്നില്ലേ? സ്വർണം കട്ടപ്പോൾ ആർക്കും വികാരം വ്രണപ്പെട്ടില്ലേ? ഈ അടുത്ത കാലത്ത് ഹൈന്ദവ ദൈവങ്ങളെയും രാമായണം എന്ന ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങളെയും വളരെ മോശമായി നാടകമാക്കി അവതരിപ്പിച്ചു. അപ്പോഴൊന്നും ആർക്കും വികാരം വ്രണപ്പെട്ടില്ലേ? ഇതിനു മുൻപും പല രാഷ്ട്രീയ പാർട്ടികളും ഇതേ പാട്ട് പാരഡി ഉണ്ടാക്കി പാടിയിരുന്നു. അന്നൊന്നും കേസിന് പോയില്ല. പോറ്റിയെ പറഞ്ഞതാണോ കുറ്റം? അതോ സ്വർണം കട്ടതാണോ കുറ്റം? അതോ ഒരു പാട്ടിൻ്റെ ഈണത്തിൽ മറ്റൊരു പാട്ടുണ്ടാക്കിയതാണോ കുറ്റം? പണ്ട് പാട്ടുണ്ടാക്കിയവർക്ക് ട്യൂൺ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാവുന്നതാണ്. ഈ പാട്ടിൽ ഒരു സ്ഥലത്ത് പോലും അയ്യപ്പസ്വാമിയെ മോശമാക്കിയോ വികലപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് വേദന തോന്നുവാൻ സാധ്യതയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.